നമ്മൾ നോക്കുന്നത് ഹിന്ദു സ്വരാജ്യം, ഇന്ത്യൻ സ്വയംഭരണം അല്ലെങ്കിൽ ഇന്ത്യൻ ഹോം റൂൾ എന്ന് പലപ്പോഴും വിവർത്തനം ചെയ്യപ്പെടുന്ന ഹിന്ദു സ്വരാജ് എന്ന ഗാന്ധിയുടെ ആശയം ഇന്ത്യയുടെ സാമൂഹികവും രാഷ്ട്രീയവും ആത്മീയവുമായ പരിവർത്തനത്തിനായുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനെ ഉൾക്കൊള്ളുന്നു. 1909 പ്രസിദ്ധീകരിച്ച ഹിന്ദു സ്വരാജ് ഇന്ത്യയുടെ സ്വതന്ത്ര സമരത്തിനും വിശാലമായ സാമൂഹ്യ മാറ്റത്തിനും ഒരു രൂപരേഖ വാഗ്ദാനം ചെയ്യുന്ന ഗാന്ധിയുടെ അടിസ്ഥാന വിശ്വാസങ്ങളും തത്വങ്ങളും വ്യക്തമാക്കുന്ന ഒരടിസ്ഥാന കൃതിയാണ്. ഹിന്ദു സ്വരാജ് എന്നത് പാശ്ചാത്യ നാഗരികതയുടെയും ആധുനികതയുടെയും നിലവിലുള്ള മാതൃകകളെ വെല്ലുവിളിക്കുന്നതാണ്. പാശ്ചാത്യ മാതൃകയുടെയും ആധുനികതയുടെയും അധികാരഘടനകളെ വെല്ലുവിളിക്കുന്നതാണ് ഹിന്ദു സ്വരാജ് എന്നത്. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ മാത്രമല്ല, വ്യവസായം, ഭൗതികവാദം, യന്ത്രവൽക്കരണം എന്നിവയുടെ അടിസ്ഥാന മൂല്യങ്ങളെയും ആ ഘടനകളെയും ഗാന്ധി വിമർശിക്കുന്നു. ഗാന്ധിയുടെ ഹിന്ദു സ്വരാജ് സങ്കല്പത്തിൻ്റെ കേന്ദ്രം സ്വാശ്രയത്വം അല്ലെങ്കിൽ സ്വദേശി എന്ന ആശയമാണ്. ഗ്രാമീണ വ്യവസായങ്ങളെ പുനർജീവിപ്പിക്കുന്നതിലൂടെയും ഖാദി വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും വിദേശ വസ്തുക്കളുടെ ആശ്രയത്വം നിരസിച്ചുകൊണ്ടും അദ്ദേഹം സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനായി വാദിക്കുന്നു. ഈ ഹിന്ദു സ്വരാജിലൂടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനായി അദ്ദേഹം വാദിക്കുന്നു. ഈ സാമ്പത്തിക സ്വയം പര്യാപ്തത ഇന്ത്യയുടെ സ്വയംഭരണത്തിനും അന്തസ്സിനും നിർണായകമാണെന്ന് ഗാന്ധി വിശ്വസിക്കുന്നു. പ്രാദേശിക സമൂഹങ്ങൾക്ക് കാര്യമായ സ്വയംഭരണവും തീരുമാനമെടുക്കാനുള്ള അധികാരവും ഒരു വികേന്ദ്രീകൃത പങ്കാളിത്ത സംവിധാനമാണ് ഹിന്ദു സ്വരാജ് ഭരണപരമായി വിഭാവനം ചെയ്യുന്നത്. ഗ്രാമം സ്വയംഭരണം, ഗ്രാം സ്വരാജ്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനം, പരസ്പര ബഹുമാനത്തിലും സഹകരണത്തിലും അധിഷ്ഠിതമായ സാമൂഹ്യ ഐക്യം തുടങ്ങിയ ക്രിയാത്മകമായ പരിപാടികൾക്കായി ഗാന്ധി രാഷ്ട്രീയമായി വാദിക്കുന്നു. അധികാരപരമായി ഇങ്ങനെ ഗ്രാം സ്വരാജ് എന്ന പദ്ധതിയെ, ഗ്രാം സ്വരാജ് എന്ന ആശയത്തെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു, ഹിന്ദു സ്വരാജിലൂടെ മുന്നോട്ട് വെക്കുന്നു. ഗാന്ധിയുടെ ഹിന്ദു സ്വരാജ് സങ്കല്പം മനുഷ്യൻ്റെ അന്തസ്സ്, ധാർമ്മിക ഭരണം, സുസ്ഥിര വികസനം എന്നിവയുടെ സാർവത്രിക വിഷയങ്ങളായി പ്രതിധ്വനിക്കുന്നു. സമകാലിക ലോകത്തിൻ്റെ വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിൽ ഗാന്ധിയുടെ ആശയങ്ങളുടെ പ്രസക്തി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ലോകമെമ്പാടുമുള്ള സാമൂഹ്യനീതി, പാരിസ്ഥിതിക സുസ്ഥിരത, സമാധാനം എന്നിവയ്ക്കുള്ള പ്രസ്ഥാനങ്ങളെ ഹിന്ദു സ്വരാജ് സങ്കല്പം ഇന്നും പ്രചോദിപ്പിക്കുന്നു. ഇനി മറ്റൊന്ന് സ്വദേശി എന്ന് പറയുന്ന ആശയമാണ്. ഗാന്ധിയുടെ സ്വദേശി സങ്കല്പം സ്വന്തം രാജ്യത്തിൻ്റേത് എന്നതിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള അർത്ഥത്തിനപ്പുറം വ്യാപിക്കുന്ന ഒരു അഗാധമായ തത്വചിന്തയെ ഉൾക്കൊള്ളുന്നു. സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവും സാംസ്കാരികവുമായ മാനങ്ങൾ ഉൾക്കൊള്ളുന്ന ജീവിതത്തോടുള്ള സമഗ്രമായ സമീപനത്തെ ഇത് പ്രതിനിധീകരിക്കുന്നു. സ്വദേശി എന്ന ആശയത്തിൻ്റെ കാതൽ സ്വദേശി കേവലം സ്വാതന്ത്ര്യത്തിനോ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനോ വേണ്ടിയുള്ളതല്ല, മറിച്ച് അത് ഒരാളുടെ സമൂഹത്തോടും രാഷ്ട്രത്തോടുമുള്ള ആഴത്തിലുള്ള ബന്ധവും ഉത്തരവാദിത്വവും ഉൾക്കൊള്ളുന്നു. മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളുടെയും പരസ്പര ആശ്രയത്തിൽ ഊന്നൽ നൽകി ഓരോ വ്യക്തിയുടെയും പ്രവർത്തനങ്ങളും തിരഞ്ഞെടുപ്പുകളും കൂട്ടായ ക്ഷേമത്താൽ നയിക്കപ്പെടുമെന്ന് ഗാന്ധി സ്വദേശി എന്ന ആശയത്തിലൂടെ വിശ്വസിച്ചു. മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവും വിദ്യാഭ്യാസപരവും ആരോഗ്യപരവും അങ്ങനെ തുടങ്ങിയിട്ട് മതപരവുമായ എല്ലാ വശങ്ങളുടെയും പരസ്പരാശ്രയത്തിൽ ഊന്നി നിന്നുകൊണ്ട് അങ്ങനെ എല്ലാ മനുഷ്യരുടെയും ക്ഷേമമുണ്ടാകുമെന്ന് ഗാന്ധി സ്വദേശി എന്ന ആശയത്തിലൂടെ വിശ്വസിച്ചു. സാമൂഹ്യ മേഖലയിലെ സ്വദേശി എന്ന് പറയുന്നത് വൈവിധ്യമാർന്ന സമൂഹങ്ങൾക്കിടയിൽ ഐക്യവും സൗഹാർദ്ദവും വളർത്തിയെടുക്കുന്നതിനും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിനും തുല്യവുമായ സമ്പ്രദായങ്ങൾക്കായി സ്വദേശി വാദിക്കുന്നു. സാമുദായിക സൗഹാർദ്ദത്തിനും സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ ഉന്നമനത്തിനും ഗാന്ധി ഊന്നൽ നൽകുന്നതാണ് സാമൂഹ്യ സ്വദേശിവൽക്കരണം എന്ന് പറയുന്നത്. രാഷ്ട്രീയപരമായിട്ട് സ്വദേശിവൽക്കരണം എന്ന് പറയുന്നത് വികേന്ദ്രീകൃത ഭരണത്തിൻ്റെയും അടിസ്ഥാന ജനാധിപത്യത്തിൻ്റെയും ഗാന്ധിയുടെ കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വരാജ് അല്ലെങ്കിൽ സ്വയം ഭരണം എന്ന ആശയം അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നു. ഇവിടെ പ്രാദേശിക കമ്മ്യൂണിറ്റികൾക്ക് സ്വയം ഭരണം നടത്താൻ അധികാരമുണ്ട്. അങ്ങനെ താഴെത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് അധികാരമെത്തുന്നതിനെയാണ് രാഷ്ട്രീയപരമായിട്ട് സ്വദേശി എന്നതുകൊണ്ട് ഗാന്ധി ഉദ്ദേശിക്കുന്നത്. സാമ്പത്തികമായി സ്വദേശി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
പ്രാദേശിക വ്യവസായങ്ങളെയും ഉൽപ്പാദനത്തെയും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. സ്വയം പര്യാപ്തത പ്രോത്സാഹിപ്പിക്കുക, വിദേശ ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, കുടിൽ വ്യവസായങ്ങൾക്കും പരമ്പരാഗത കരകൗശല വസ്തുക്കൾക്കും അത്തരം വ്യവസായങ്ങൾക്കും ചെറുകിട വ്യവസായങ്ങൾക്കും വലിയ പിന്തുണ ഗാന്ധി സാമ്പത്തികമായ സ്വദേശി എന്ന ആശയത്തിലൂടെ ഉയർത്തിപ്പിടിക്കുന്നു. സാംസ്കാരികമായിട്ട് സ്വദേശി എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്നത് തദ്ദേശീയമായ അറിവുകൾ, കലകൾ, പാരമ്പര്യങ്ങൾ എന്നിവയുടെ സംരക്ഷണത്തിനും പ്രോത്സാഹനത്തിനുമാണ് ഊന്നൽ നൽകുന്നത്. സംസ്കാരത്തെ ദേശീയ സ്വത്വത്തിൻ്റെ അവിഭാജ്യ ഘടകമായാണ് ഗാന്ധി കണ്ടത്. സാംസ്കാരിക സാമ്രാജ്യത്വത്തിനെതിരെ അതിൻ്റെ പുനർജീവനത്തിനും സംരക്ഷണത്തിനും വേണ്ടി ഗാന്ധി വാദിച്ചു. ഇതാണ് സാംസ്കാരികമായ സ്വദേശി എന്ന ആശയം കൊണ്ട് ഗാന്ധി ഉദ്ദേശിക്കുന്നത്. മതപരമായ സ്വദേശി എന്ന ആശയത്തിലൂടെ ഗാന്ധി ഉദ്ദേശിക്കുന്നത് വൈവിധ്യമാർന്ന സമൂഹത്തിൽ ഐക്യവും ധാരണയും വളർത്തിയെടുത്ത് എല്ലാ വിശ്വാസങ്ങൾക്കിടയിലും കൂട്ടായ്മയും അടിസ്ഥാന സമത്വവും ഐക്യവും സ്വദേശിയിലൂടെ ഗാന്ധി മതപരമായ സ്വദേശി എന്ന ആശയത്തിലൂടെ ഗാന്ധി പ്രോത്സാഹിപ്പിക്കുന്നു. വിദ്യാഭ്യാസപരമായി സ്വദേശി എന്ന ആശയത്തിലൂടെ ഗാന്ധി മുന്നോട്ട് വെക്കുന്നത് സ്വദേശി സമീപനം രാജ്യത്തിൻ്റെ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും വേരൂന്നിയ സമഗ്രമായ വികസനത്തിനൂന്നൽ നൽകുന്ന വിദ്യാഭ്യാസത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. പ്രായോഗിക വൈദഗ്ധ്യത്തിലും സ്വാശ്രയത്വത്തിലും ഊന്നിയുള്ള അടിസ്ഥാന വിദ്യാഭ്യാസത്തിനായി അദ്ദേഹം വാദിച്ചു. സമൂഹത്തിന് ക്രിയാത്മകമായി സംഭാവന ചെയ്യാൻ കഴിയുന്ന സ്വയം പര്യാപ്തമായ വ്യക്തികളെ സൃഷ്ടിക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്ന് ഗാന്ധി സ്വദേശി എന്ന് പറയുന്ന വിദ്യാഭ്യാസത്തിലെ സ്വദേശീവൽക്കരണത്തെ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നത് ഇങ്ങനെയാണ്. സ്വദേശിക്ക് കീഴിലുള്ള ആരോഗ്യ സംരക്ഷണമുണ്ട്. പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാനുള്ള ഗാന്ധിയുടെ വിശ്വാസത്തെയും പ്രതിരോധ ആരോഗ്യ പരിപാലന രീതികളെയും പ്രതിഫലിക്കുന്നു. അച്ചടക്കമുള്ള ജീവിതശൈലിക്ക് ഊന്നൽ നൽകി മൊത്തത്തിലുള്ള ക്ഷേമത്തിനായുള്ള ആത്മനിയന്ത്രണത്തിന് അദ്ദേഹം പ്രകൃതിദത്തമായ ആരോഗ്യ മേഖലയെ പ്രോത്സാഹിപ്പിച്ചു. ഇതാണ് സ്വദേശി എന്ന് പറയുന്ന ആരോഗ്യ മേഖലയിലെ സ്വദേശി എന്ന ആശയം ഉൾക്കൊള്ളുന്നത്. മൊത്തത്തിൽ സ്വദേശിയെക്കുറിച്ചുള്ള ഗാന്ധിയുടെ വീക്ഷണങ്ങൾ സാമ്പത്തിക പരിധിക്കുള്ളിൽ മാത്രമുള്ളതല്ല. അത് വലിയ സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക, വിദ്യാഭ്യാസപരമായ, മതപരമായ, അങ്ങനെ തുടങ്ങിയിട്ട് ആരോഗ്യപരമായ മേഖലയിൽ വരെ വളരെ വിശാലമായ സമഗ്രമായ ആശയം, ബഹുമുഖമായ ആശയമായിട്ട് സ്വദേശി അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നു എന്നാണ് നമുക്ക് സ്വദേശി എന്ന ആശയത്തിലൂടെ ഗാന്ധിയുടെ ആശയത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്.